വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളപ്പോൾ ഇന്നൊന്ന് പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ. എന്താ റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം താഴെ എത്തി. ഏച്ചിൻ്റെ പിള്ളേരെല്ലാം വന്നിട്ടില്ലേ, അപ്പം നമ്മളെ ഫൈനൽ കറക്കമാണ് ഇന്ന്. സത്യം പറഞ്ഞാൽ എവിടെയാണ് പോകുന്നതെന്ന് ഒരു പ്ലാനും ഇല്ല. വണ്ടർലേ പോകുന്ന പ്ലാൻ ഇട്ടു, അത് മാറ്റിയിട്ട് ഫൺ വേൾഡ് ആക്കി. പിന്നെ ഇപ്പം അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ബാംഗ്ലൂർ പാലസും അങ്ങനെയെല്ലാം പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും താഴെ ഇറങ്ങിയിട്ട് കാത്തിക്കുന്നുണ്ട്, അപ്പം നമുക്കിനി താഴെ ഇറങ്ങിയിട്ട് കാണാം. ലൈവിലെല്ലാം കാണുമ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആണെന്ന് വെച്ചിട്ട് എന്നോട് സ്കിൻ കെയർ വയ്ക്കുന്ന യുവാക്കളെ, എൻ്റെ സ്കിന്ന് വലിയ ക്ലിയർ അല്ല, കുറെ കുരുങ്ങൾ. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഊബർ ബുക്ക് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. ഞാനില്ലേ വെറും വീകല ഇവിടുന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ കീയുമ്പോൾ എല്ലാം. അപ്പം ജോമോളെന്നാണ് വിളിക്കല്. അത്ര പ്രാവശ്യം ഞാൻ വീകും. ഒന്നാമത് എൻ്റെ ആ ഒരു ചെരുപ്പ് അങ്ങനത്തതും കൂടി ആയതുകൊണ്ടാണോ എന്നറിയില്ല ഗൈസ്, വേറും വീകലാന്ന് എൻ്റെ പണി. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിന്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചിട്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ് ഗൈസ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. ഞാൻ ഔട്ട്ഫിറ്റ് കാണിക്കാൻ അവിടെ പോയി നിന്നപ്പോൾ ഇതാ ചുട്ടാപ്പി എൻ്റെ ബാക്കിലേ വരുന്നുണ്ട്. നമ്മളെല്ലാം കൂടി ഇന്ന് എല്ലാവരും മാച്ച് ആയി പോയിന് കേട്ടോ. എങ്ങനെയല്ലല്ലോ, എല്ലാവരും ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ ഒരുപോലെയായി. ഞങ്ങൾ കുറേ ആൾക്കാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദീപേച്ചിയും കിങ്ങൂസും പിങ്ക് ആ ഒരു ഷെയ്ഡിൽ അങ്ങനെയല്ല വന്നത്. പിന്നെ കിങ്ങൂസിൻ്റെ മുടി നല്ല രക്ഷയില്ലേ, ദീപേച്ചി കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകുന്നതാണ് ഇവിടുന്ന്. ഇതാ ഇവനില്ലേ, ഇത് ഈ വരുന്ന 2.5 വയസ്സുള്ള യുവാവ്, ഈ കുപ്പായി ഇട്ട് കൊടുക്കണ്ടെന്ന് 10,000 വട്ടം ഞാൻ ആലോചിച്ചു. കാരണം ആടുന്ന് നമ്മൾ ജസ്റ്റ് താഴെ സ്റ്റെയറിന്റെ അടുത്ത് ഇറങ്ങി വന്നത്തെ അപ്പോഴേക്ക് അവനത് ചേർന്ന് ടെൻഷൻ വരൂലേ എനിക്ക്, ഞാനല്ലേ അലക്കുന്നത്. ഗൈസ് എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് 1000 റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഈ ഒരു ജാക്കറ്റിന് 350 ആയത്, നമ്മളിവിടെ മടിവാളൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഇന്നറിന് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും 2 എണ്ണം 150-ന്, അപ്പോൾ ഒന്നിന് 150-ൻ്റെ പകുതി. പിന്നെ ഈ ഒരു ജീൻസ് നമ്മൾ ഇന്നലെ ജയനഗർ പോയപ്പോൾ വാങ്ങിച്ചത് 500. അപ്പോൾ 1000-ൻ്റെ ഉള്ളിലാണ് എൻ്റെ ഇന്നത്തെ ഈ ഫുൾ ഔട്ട്ഫിറ്റ്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല നിങ്ങൾ മാച്ചാന്ന് പറയും പോലെ ഇവര് രണ്ടാലും നമ്മളെ ടീമിലില്ല, ഈ ഡ്രസ് കോഡിൽ ഉൾപ്പെടൂല. ഓ ഹസ്കി ഡാൻസ് കളിക്കും, ഞാൻ കളിച്ചു കൊടുക്കും ഗൈസ്. ഇപ്പുറത്തെ വീട്ടിലൊരു ഹസ്കി ഉണ്ട് കേട്ടോ, ഹസ്കിക്ക് ഡാൻസ് കളിച്ചു കൊടുക്കും. കണ്ണ കളിക്ക് വേഗം. അതാ ബുക്ക് ചെയ്ത്, ഊബർ ബുക്ക് ചെയ്ത് വേഗം. ഭയങ്കര സ്ലോ മോഷൻ. ആ നാണം വന്നതാ. വരുന്നില്ലേ? നീ വരുന്നില്ല? പറ, നീ വരുന്നുണ്ടാ? ചോദിച്ചേക്കണ്ണ ചൊടിച്ചേ. വെണ്ണിലാണ് പറയല്ലടാ. സീനെന്നെ കല്ലെടുക്കണ്ട. തൊട്ടേനെ പിടിച്ച് നല്ല ചൊടിക്കലാണ് നാണയ മോമന്റെ പരിപാടി. എന്തിനും അവനക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ അവൻ നമ്മളോട് ചൊടിക്കും, അവനൊരു സാധനം കൊടുത്തിട്ടില്ലെങ്കിലും ചൊടിക്കും. അവൻ പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ നടന്നിട്ടില്ലെങ്കിൽ പോലും അവൻ നമ്മളോട് ചൊടിക്കും ഗൈസ്. പിന്നെ നമ്മൾ നല്ലോണം മൈൻഡ് ആക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും മൂപ്പറന്നെ ഓക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ. എവിടെ പോന്നെ? മന്തി ചുണ്ണാനാ? എപ്പോ നോക്കിയാലും മന്തിയാ. KFCന്റെ ഔട്ട്ലെറ്റിലാണ് നമ്മൾ ആദ്യം പോയത് കേട്ടോ. ഭയങ്കര കൊതിയോടെയല്ലാന്ന് പോയതെങ്കിലും വൻ ഫ്ലോപ്പ് ആയി നാടെ. നമ്മൾ സാധാരണ നാട്ടിൽ KFC പോയിട്ട് 1200 അല്ലെങ്കിൽ 1500 എല്ലാം പാക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പീസ് ചിക്കൻ കിട്ടിയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പാക്കേ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു 699 ഓഫർ എന്ന് പറഞ്ഞ ബിഗ് പീസ് കണ്ട് അതിൻ്റെ അകത്ത് തന്നെ കുറെ കുഞ്ഞു കഷ്ണം ആയിരിക്കും. വയറും തുറന്നിട്ടില്ല, സങ്കടം വന്നു പോയി ഗൈസ്. പിന്നെ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്ത് അതെല്ലാം കാത്തു നിൽക്കുമ്പോൾ സമയം കുറേ പോകും. അതുകൊണ്ട് തൽക്കാലം അത് തിന്നിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തത് ഒരു ഓട്ടോ ആണ് കേട്ടോ. തിങ്ങി ചാവാനായിട്ടാണ് ഗൈസ് നമ്മൾ. ഇവളിത് കുറെ നേരമായാലും ചിലക്ക് നേടിയാ പോകുന്നതെന്ന് പറയുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട. ബാംഗ്ലൂർ പാലസിലേക്കാണ് നമ്മൾ പോയത്. മൈസൂർ പാലസിലെ റോഡ് സൈഡ് തന്നെയല്ലേ, ഭയങ്കര എടുപ്പിൽ കാണും അല്ലേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് ഒന്നും കാണാനായിട്ട് ഞാൻ വെച്ചാൽ ഇതിനിപ്പോ പാലസ് ഇല്ലേ എന്ന് വിചാരിച്ചു പോയി. പക്ഷെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ബാംഗ്ലൂർ പാലസ്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ഈവനിങ് ടൈമല്ല, അതിന് കാര്യമായ ഭയങ്കര വലിയ തിരക്കും ഉണ്ടായിട്ടില്ല. ഇവിടെ ശരിക്കും നായി വളർത്ത കേന്ദ്രം പോലെ ഉണ്ട്. അത്രക്കൊരു ലോഡ് നായി. കണ്ണം പറയുന്നത് നായിന്റെ പാലസ്. സത്യം നായിന്റെ ഒരു കൂട്ടം തന്നെ. നമ്മൾ നടന്ന് എവിടെ എത്തി? തലയിൽ. ഇതെന്താ സാവി? പാലസ്. ഓ നല്ല രസമുണ്ടാ? നല്ല രസമുണ്ടാ?
അങ്ങനെ നടന്നായിരുന്നു നമ്മൾ പാലസിന്റെ മുന്നിലെത്തി. ഇനി ഇതിന്റെ ഉള്ളിൽ കയറാൻ എത്ര പൈസയാണെന്ന് അറിയാം? 300 രൂപ. 300 രൂപ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്നതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. രാജാവും റാണിയും ജീവിച്ച സ്ഥലമല്ലേ, നമുക്കൊന്ന് കാണാലോ. പക്ഷേ ഇവര് ഫോട്ടോ വീഡിയോ എടുക്കാൻ വിടുന്നില്ല ഗൈസ്. കയറുമ്പോൾ ആദ്യം നമ്മളെ കയ്യിൽ ഇതുപോലത്തെ ഒരു സാധനം ഒട്ടിച്ചിരും. അപ്പൊ ഞാൻ ആ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഏട്ടാ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീഡിയോയും ഫോട്ടോ എടുക്കാൻ വിടൂലേന്ന്. അപ്പൊ എൻ്റെ അടുത്ത് നിറപുഞ്ചിരിയോടെ പറഞ്ഞു, എടുത്തോ മോളെ. അപ്പൊ ഞാൻ വെച്ചാൽ അന്ന് എടുക്കാൻ വ്ളോഗറാന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ വല്ല വ്ളോഗർ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാലോ, അവർ നമ്മളെ ചാനലൊന്നും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ തുടങ്ങിയ ബാക്കിൽ ഒരു സെക്യൂരിറ്റി ഓടി വരുന്നു, ഡിലീറ്റ് ആക്ക് എന്ന് പറഞ്ഞു. കന്നഡയിൽ അയാൾ ഇനിയൊന്നും തന്നെ പറയാൻ ബാക്കിയില്ല ഗൈസ്. അങ്ങനെ എടുത്തത് കുറേ അല്ല എന്നെ കൊണ്ട് അയാൾ ഡിലീറ്റ് ആക്കി. പിന്നെ കന്നഡ കാര്യമായിട്ട് ಗೊತ್ತಿല്ലാത്തത് കൊണ്ട് അയാൾ പറഞ്ഞു എനിക്ക് തിരിഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. ഈ ഒരു സാരി ഉണ്ട് നിങ്ങൾ, ഇതിന് 6000 രൂപ പോലും 8000 രൂപ, എന്നിട്ട് അവർ ഓഫറിനത് 6000 രൂപ കൊടുക്കുന്നതാണ്. അതിന് മാത്രം അതിൽ എന്തുള്ള, എൻ്റെ അമ്മമ്മക്ക് ഉണ്ടല്ലോ അങ്ങനത്തെ സാരി, എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. പിന്നെ കുറേ ഡാൻസ് കോസ്റ്റ്യൂം പോലത്തെ കുറേ കുപ്പായം ഉണ്ടായിരുന്നു ഗൈസ്, രാജാവിൻ്റെ അവർ ഇട്ടേന്നെല്ലാം പറഞ്ഞിട്ട്. അതൊന്നും അത്ര വിശ്വസനീയമല്ലെങ്കിലും ചിലപ്പോൾ ആയിരിക്കാം. അങ്ങനെ ഒരു 10,000 ഫോട്ടോ എടുപ്പിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് തന്നെ സൺറൈസ് അല്ലല്ലോ, സൺസെറ്റ് എല്ലാം കണ്ടു. നമ്മൾ ഇവിടുന്ന് തന്നെ സൺസെറ്റ് എല്ലാം കണ്ടു ഗൈസ്. ആ കാട്ടിനുള്ളിലേക്ക് സൂര്യൻ ഇറങ്ങി പോകുന്നല്ലോ. പിന്നെ ഇവർ കയറുമ്പോൾ തന്ന ടാഗ് അത് ഞാൻ പൂരിച്ചാടും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. ഇതന്നെയാണ് പാലസ്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോട്ടെ. ജാവിന്റെ ആ ഒരു പാൻറ്റില്ലേ, അത് ചാട അത്രക്കും കാപ്പി കളറാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ആ ഒരു വൈകുന്നേരം ടൈം ആയപ്പോൾ, വൈകുന്നേരം അല്ല ഒരു സന്ധ്യ ടൈം ആയപ്പോഴാണ് പാലസിന്റെ ആ ഒരു റിയൽ ലുക്ക്, ഒരു റോയൽ ഫീൽ എന്നെല്ലാം പറയില്ലേ, അങ്ങനെ വന്നത്. ആൾക്കാരും ഇല്ല, എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ കാണാൻ പാലസിന് നല്ലൊരു എടുപ്പ് ഉണ്ടായിട്ടാ. നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ കാണുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോ, എന്തോ ഒരു രസം ഉണ്ടായിരുന്നു അപ്പൊ കാണാൻ. ഇതെന്താ? ഇത് രാജാവിന്റെ വീട്. അങ്ങനെ പിന്നെ നമ്മൾ അടന്നിറങ്ങി. ഇനി ഇതൊരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണോ എന്നെല്ലാം ചോദിച്ചാൽ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതിനുള്ളിൽ ഭയങ്കര വേർത്തായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും കുറേ നല്ല പെയിന്റിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു അതെല്ലാം കാണാനും. പിന്നെ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ വിടാഞ്ഞത് മാത്രമേ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ നേരെ നെക്സസ് മാളിലേക്കാണ് വന്നത്, കാരണം പിള്ളേർക്ക് ഇവിടെ കളിക്കാൻ കയറണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഞാനും സാവയാണെങ്കിലും സ്വീറ്റ് കോണിന്റെ പ്രാന്തന്മാരും, അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ അത് വാങ്ങിയിട്ട്. ക്രിസ്മസിന്റെ അന്നത്തെ ദിവസമാണ് നമ്മൾ ഈ ഔട്ടിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പൊ കരോളിന്റെ സൗണ്ട് ഇട്ടിട്ട് അത് കാണാൻ ഓടി പോകുന്നതാണ് ഗൈസ് ഞാൻ. അതിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാനൊക്കെ വീണ് പോവോ ഇത് നല്ല മുമ്പ് എനിക്ക് നല്ല പേടിയായിരുന്നു, ഞാൻ വീണ് പോകും തന്നെ വിചാരിക്കും. ഇപ്പൊ പിന്നെ സീനില്ല, കയറി ശീലായി. എന്നാലും എനിക്ക് കയറുമ്പോൾ ഒരു പേടിയെല്ലാം വരും, ഇതിനി ഞാൻ അങ്ങനെ തലയടിച്ച് വീണ് പോവോന്നല്ല. അങ്ങനെ സാവിനെ കണ്ണന് ഇതാ ഈ ഒരു പ്ലേ ഏരിയയിൽ കളിക്കാനാക്കി കേട്ടോ. സാവിക്ക് അങ്ങനെ ഒന്നും കളിക്കുന്നില്ലല്ലോ. നമുക്കിങ്ങനെ ഈ പാലസെല്ലാം കാണുമ്പോൾ നമുക്കല്ലേ ഭയങ്കര എന്തെങ്കിലും കൗതുകം തോന്നുള്ളൂ, ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാനില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇവരെയും കൊണ്ട് ഇവിടെ കളിക്കാൻ കൊണ്ടുവന്നതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര കുറെ സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ മടിവാളയന് തന്നെ മാരുതി നഗറിന് തന്നെ 10,000 വട്ടം ചുറ്റിക്കറങ്ങി കാണുന്നതും തിന്നുന്നതും അല്ലാണ്ട് വേറെ കുറെ ദൂരമൊന്നും നമ്മൾ പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഓരോ സ്ഥലത്തായിട്ട് പോകണം. വീഗാലാൻഡിലെല്ലാം പോകാൻ നമ്മൾ, അതായത് വണ്ടർലെല്ലാം പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ജാവിനവിടെ കളിക്കാനാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ലാൽബാഗിൽ വരെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, കബൺ പാർക്ക് പോയിട്ടില്ല, ഏടിയും പോയിട്ടില്ല ഗൈസ്. എല്ലായിടത്തും ഇനി പോകണം. ശ്രീ എപ്പോഴും പറയും പോവാന്ന്, പക്ഷെ എനക്കാണ് ഓരോരോ എന്തെല്ലോ തടസ്സങ്ങൾ ഉണ്ടാവല്. അങ്ങനെ പിന്നെ മാളിൽ നിന്നിറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു വടക്കൻ കഫേ എന്ന് പറഞ്ഞിട്ട് കോർമംഗലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. കിഴി പൊറോട്ടയും പാൽ പൊറോട്ടയും പിന്നെ കിഴി ബിരിയാണി, പിന്നെന്താ വാങ്ങിച്ചത്, പുട്ട്, ചിക്കൻ പുട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് വാങ്ങിയത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ വേറൊരാൾ നല്ല ടേസ്റ്റ് ആണെന്ന് പോയിക്കോന്നെല്ലാം പറയുന്നത് കേട്ടിട്ടാ പോയത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതിലെല്ലാം വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ടെൻഡർ കോക്കനട്ടിന്റെ ഷേക്കും ആ ഒരു കിഴിപ്പൊറോട്ടയും ചിക്കൻ ദോശയാണ്. അങ്ങനെ അതെല്ലാം തിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗിടെ നിർത്താല്ലേ. എങ്ങനെയാ എന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കൂലല്ലോ. അപ്പൊ ഇതുപോലത്തെ കുറേ ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പൊ ശരി ഗൈസ്, ബൈ.